എന്താ ചോദിച്ചത്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറയാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസം ലേഖ എന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചില്ലേ? പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് തോന്നി നിന്നോട് പറയുന്നത് ഒരു ആശ്വാസമായിരിക്കും. സത്യം പറഞ്ഞാൽ അകലങ്ങളിൽ ഔട്ട്ഡോർ പോകുന്നതാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമല്ലോ. വീടിനോട് അത്രയ്ക്ക് വെറുപ്പാണോ? സ്നേഹം തോന്നേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവൾ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. പകൽ തമ്മിൽ കാണുന്നതിന് ഒരു അത്ഭുതമാണ്. രാത്രിയിൽ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതെന്താ അങ്ങനെ? ഒരു കലാകാരനെ മനസ്സിലാക്കാനുള്ള സന്മനസ് അവൾക്കില്ല. ഞാനൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച ഒരുതരം റിബലായിരുന്നു. ഞാനൊരു കോംപ്രമൈസ് ചെയ്തതാണ് ഈ കല്യാണം. അതായത് അച്ഛന്റെയും അമ്മയുടെയും വാക്കനുസരിച്ചു എന്നർത്ഥം. ലേഖയ്ക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സാറിന്റെ പടങ്ങളൊന്നും അവർ കാണാറില്ലേ? സിനിമ കാണുന്നത് തന്നെ ഒരുതരം പാപമാണെന്നാണ് അവൾ കരുതുന്നത്. ഈ പേരും പെരുമയും അവാർഡും ഒക്കെ എന്തിനാണെന്ന് അവൾ കൂടെ ചോദിക്കാറുണ്ട്. ഞാനെന്ത് മറുപടി പറയും? പിന്നെ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളൊക്കെ അവൾക്ക് പകരമാണെന്നാണ് അവളുടെ ധാരണ. അവൾക്ക് വേണ്ടി എന്റെ കലാജീവിതം ഞാൻ ഉപേക്ഷിക്കണം. പറയൂ പറയൂ. എനിക്കറിയില്ല. ഇവന്റെ ഭാര്യയാണല്ലേ? ഇവനെ വിശ്വസിക്കരുത്. ഒരിക്കൽ ഞാൻ ഇവന്റെ കൂടെ ഭാര്യയെ പോലെ കഴിഞ്ഞവളാ. നമുക്ക് പോവാം. എന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ എനിക്കിപ്പോഴാണ് ഉണ്ടായത്. ഇവിടം വിട്ട് അല്ല, അങ്ങേ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ലേഖ, ഇതൊരു പിരിയലായി കരുതണ്ട. നാം ഇനിയും കണ്ടുമുട്ടും. അതാണ് ഡെസ്റ്റിനി എന്ന് തോന്നുന്നു. മുമ്പൊരിക്കലും ഒരു നടിയോടും എനിക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ലേഖ പറ്റുള്ളൂ. ഞാൻ മദ്രാസിലെത്താൻ ഇനിയും 2 ദിവസം വൈകും. എത്തിയാലുടൻ ഫോൺ ചെയ്യാം. വി വിൽ മീറ്റ് ഓൾസോ. റൈറ്റ്?